നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. മാസപ്പടിയിൽ അന്വേഷണമില്ല. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി തള്ളി. മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നടപടി. CMRL പണം നൽകിയ മറ്റാരുടെയും പേരിൽ കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടില്ല എന്നും ഹർജി രാഷ്ട്രീയ പ്രേരിതം എന്ന വാദം ശക്തിപ്പെടുന്നതായും കോടതി നിരീക്ഷിച്ചു. തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ കോടതി ഹർജിയിലുള്ളത് ആരോപണങ്ങൾ മാത്രമാണെന്നും ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചന വ്യക്തമായി CPIM പ്രതികരിച്ചു. തെളിവുകളിലെ ന്യൂനത പരിശോധിക്കുമെന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ വിഷയമാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയത്. ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള ഈ തിരിച്ചടി അത് ഏത് തരത്തിലായിരിക്കും ഇനി കോൺഗ്രസിന് വിനയാകുക? കോൺഗ്രസ് എങ്ങനെ അത് പ്രതിരോധിക്കും? മറ്റു വിശദാംശങ്ങൾ. പ്രവിത, മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് CMRL പണം നൽകിയത് കരിമണൽ ഖനനാനുമതിക്ക് പ്രത്യുപകാരമെന്നതായിരുന്നു ഇക്കാര്യത്തിലെ മാത്യു കുഴൽനാടന്റെ ഹർജി. തെളിവെന്ന് അവകാശപ്പെട്ട 5 രേഖകളും കോടതിയിൽ മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഈ രേഖകൾ മതിയായ തെളിവല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാത്യുവിന്റെ ഹർജി തള്ളിയത്. കോടതി നിരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. CMRL പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നു? മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളത്. IRE CMRLന് ഇൽമനൈറ്റ് നൽകിയതിൽ അഴിമതിയില്ല. ഇൽമനൈറ്റ് സൗജന്യമായി കൊടുത്തുവെന്ന ആരോപണം ഹർജിയിലില്ല. മാത്രവുമല്ല, ഈ ഇടപാടിൽ CMRLന് എന്ത് ലാഭമുണ്ടായി എന്നും വ്യക്തമാക്കിയിട്ടില്ല. E-way ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും KMRLന് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം ഈ ഹാജരാക്കിയ തെളിവുകളിലെ ന്യൂനതകൾ പരിശോധിക്കുമെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. CPMനെ സംബന്ധിച്ച് CPM വിധിയെ സ്വാഗതം ചെയ്തും മാത്യു കുഴൽനാടനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന അനുസരിച്ച് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കമ്പനികൾ നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ കൽപ്പിത കഥകൾ മെനയുന്നതിന് വിധി നീട്ടിവെപ്പിച്ചു. കോടതി തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ മാത്യു കുഴൽനാടൻ ആവശ്യങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു. ശല്യക്കാരനായ വ്യവഹാരിയായി മാത്യു കുഴൽനാടൻ മാറിയെന്നും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ശ്രദ്ധ തിരിക്കലായിരുന്നു മാത്യു കുഴൽനാടന്റെ ലക്ഷ്യമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശിച്ചിട്ടുണ്ട്. പ്രവിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മാത്യു കുഴൽനാടൻ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിരോധത്തിൽ നിർത്തുന്ന പ്രതിപക്ഷത്തിന്റെ ശ്രമത്തിന് തിരിച്ചടിയാണ് കോടതി വിധി. മേൽക്കോടതികളെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടാനാകും കോൺഗ്രസിന്റെ ശ്രമം. അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായാണ് വിജിലൻസ് കോടതി വിധിയെന്ന് V മുരളീധരൻ പ്രതികരിച്ചു. മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദത്തിൽ തൽക്കാലം മുഖ്യമന്ത്രിക്ക് ആശ്വസിക്കാം. കോടതി മേൽനോട്ടത്തിൽ വിജിലൻസ് അന്വേഷണമെന്ന ആവശ്യം തള്ളിയത് കോൺഗ്രസിന് പക്ഷേ കടുത്ത ക്ഷീണമായി. തെരഞ്ഞെടുപ്പിലടക്കം UDF ഇടതു സ്ഥാനാർത്ഥികളെ നേരിട്ടത് മാസപ്പടി വിവാദമുയർത്തിയാണ്. രാഹുൽ പിണറായി ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങളെത്തിച്ചതും മുഖ്യമന്ത്രിക്കെതിരെയുള്ള മാസപ്പടി പരാമർശമാണ്. EDയെ ഇറക്കി കേന്ദ്രം കുരുക്കുമുറുക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ സമാന്തരമായി വിജിലൻസ് അന്വേഷണം കൂടി നടത്താൻ മുന്നിട്ടിറങ്ങിയത്. പക്ഷേ വേണ്ട തെളിവുകളില്ലെന്ന് പറഞ്ഞ് കോടതി തള്ളിയത് തിരിച്ചടിയായി. മാസപ്പടി കേസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു ഇടതുമുന്നണി നേതാക്കൾ ഇതുവരെ പറഞ്ഞത്. കോടതി വിധി കൂടി അനുകൂലമായതോടെ കോൺഗ്രസിനെ നേരിടുക ഈ വടി ഉപയോഗിച്ചായിരിക്കും. ഈ മാത്യു കുഴൽനാടൻ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വയം വിമർശനം നടത്തണം. കമ്പനിക്ക് കേസുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്കോ വീണക്കോ എതിരായിട്ട് വന്നിട്ടുണ്ടോ? ED അന്വേഷണമാണ് കോൺഗ്രസിന് ഇനിയുള്ള പിടിവള്ളി. EDയുടെ തുടർ നീക്കമുയർത്തി മുഖ്യമന്ത്രിയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാനായിരിക്കും UDFന്റെ ആലോചന. മതിയായ രേഖകളില്ലാതെ കോടതിയിൽ പോയത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റാണെന്ന് BJP നേതാവ് V മുരളീധരൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടും ഈ കേസ് മുഖ്യമന്ത്രിക്ക് ദോഷകരമായിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണോ എന്ന് അവരാണ് പറയുന്നത്. 24 തിരുവനന്തപുരം. മേയർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച് കോടതി. KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ ഉത്തരവ്. കന്റോൺമെന്റ് പോലീസാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത്.
പോലീസിന് നൽകിയ പരാതിയിൽ കേസെടുക്കാത്തതിനെ തുടർന്നാണ് ഇത് കോടതിയെ സമീപിച്ചത്. ഈ പരാതിയിലാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയത്. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ, സഹോദരന്റെ ഭാര്യ, കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശം. ജോലി തടസ്സപ്പെടുത്തിയതിനും ബസ്സിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തിയതിനും മേയർക്കും സംഘത്തിനുമെതിരെയായിരുന്നു യദുവിന്റെ പരാതി. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ പരാതിയിൽ മേയർക്കും MLAക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ CJM കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയായിരുന്നു പോലീസ് നടപടി. നിയമവിരുദ്ധമായി സംഘം ചേരൽ, പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ, പൊതുജനശല്യം, അന്യായമായി തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. കോടതി ഉത്തരവുള്ള സാഹചര്യത്തിൽ ഒരേ സംഭവത്തിൽ ഒന്നിലധികം കേസുകൾ എടുക്കാൻ പ്രായോഗിക തടസ്സമില്ലെന്നാണ് പോലീസ് നിലപാട്. കോടതി ഉത്തരവ് ലഭിച്ച ശേഷം FIR രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. അതേസമയം വീണ്ടും കേസെടുക്കാനുള്ള കോടതി ഉത്തരവിനെതിരെ മേയർ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. 24 തിരുവനന്തപുരം. കേരളത്തിന്റെ ഗ്രാന്റ് വെട്ടിക്കുറച്ചത് പുനഃപരിശോധിക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയതായി ഡൽഹിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധി KV തോമസ്. വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് പെരുമാറ്റച്ചട്ടം തടസ്സമല്ലെന്നും KV തോമസ് പറഞ്ഞു. അത് പരിഹരിക്കുന്നതിനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് യൂഷ്വലായിട്ട് പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോവുകയും ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങളും കേരളത്തിന് വേണ്ടി ന്യായമായി കിട്ടുന്ന, നമ്മൾ ഔട്ട് ഓഫ് ദ വേ അല്ല ഒന്നും ചോദിച്ചിരിക്കുന്നത്, എല്ലാം ന്യായമായി കിട്ടേണ്ട കാര്യങ്ങളാണ്. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, സഹായിച്ചിട്ടുമുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയില്ല. പക്ഷേ നമ്മൾ വികസന കാര്യത്തിൽ ഇന്ന് ഇന്ത്യക്ക് മാതൃകയാണ് കേരളം. അത് അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സാഹചര്യത്തിൽ നൽകേണ്ട സഹായങ്ങളെല്ലാം നൽകണം. നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത രാജ്യം. 93 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. രാജ്യത്ത് സ്ഥിരതയില്ലാത്ത സർക്കാരിനായി വാദിക്കുന്നവരുടെ മുന്നണിയെയാണ് BJP നേരിടുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമം തെരഞ്ഞെടുപ്പിൽ ഫലവത്താകില്ലെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. उड़ीसा में डबल इंजन की सरकार बनने के बाद यहां बहुत तेजी से विकास होगा और ये मोदी की गारंटी है. ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ നവീൻ പട്നായിക് സർക്കാർ അടുത്ത മാസം 4-ന് കാലഹരണപ്പെടുമെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിൽ തോൽവി മുൻകൂട്ടി ബോധ്യപ്പെട്ടതിനാൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ BJP ശ്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. और उनका पूरा का पूरा राज हो और आपके जो अधिकार हैं वो आपसे छीने जाए, ये उनका लक्ष्य है और हम उनको रोकने की कोशिश कर रहे हैं. അമേഠി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസ് നീക്കങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി ചുക്കാൻ പിടിക്കും. അമേഠിയിൽ 12 ദിവസത്തെ പ്രചരണമാകും പ്രിയങ്ക ഗാന്ധി നയിക്കുക. റായ്ബറേലിയിൽ ഭൂപേഷ് ബാഗലിനും അമേഠിയിൽ അശോക് ഗെഹ്ലോട്ടിനും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ ചുമതല കോൺഗ്രസ് നൽകി. നാളെ നടക്കുന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടം അതുകൊണ്ട് തന്നെ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. 24 ഡൽഹി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിൽ കഴിയവേ തിരുവനന്തപുരത്തെ ആശുപത്രിയിലാണ് അന്ത്യം. സുഹൃതം, ഉദ്യാനപാലകൻ, സ്വയംവര പന്തൽ തുടങ്ങി 16 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലിം, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? മറ്റു വിവരങ്ങൾ. പ്രവിത, അല്പസമയം മുൻപാണ് സംവിധായകൻ ഹരികുമാർ അന്തരിച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഏറെ നാളായി അർബുദബാധയെ തുടർന്ന്
ചികിത്സയിലായിരുന്നു. അങ്ങനെ ചികിത്സയിൽ കഴിയവെയായിരുന്നു ഈ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രവേശിപ്പിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഹരികുമാർ മലയാള സിനിമയിൽ ഒരു കാലത്ത് 1980-കളിലാണ് അദ്ദേഹം സിനിമാ സംവിധാനം ആരംഭിച്ചത്. അതിനുശേഷം നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അതിൽ തന്നെ 1994-ൽ പുറത്തിറങ്ങിയ സുഹൃതം എന്ന സിനിമ, MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ സുഹൃതം എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമ എന്ന് അഭിപ്രായം നേടിയെടുത്തത്. അതിലെ അദ്ദേഹത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ ലഭിച്ചിരുന്നു. മാത്രമല്ല ഉദ്യാനപാലകൻ, സ്വയംവരപ്പന്തൽ തുടങ്ങി ശ്രദ്ധേയമായ വിവിധ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു അദ്ദേഹം. ആദ്യമായി ആമ്പൽപ്പൂവ് എന്ന ചിത്രം 1981-ൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവ് എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം. അതിനുശേഷം സ്നേഹപൂർവ്വം, മീര, ഒരു സ്വകാര്യം, അയനം, പുലി വരുന്നേ പുലി, ജാലകം, ഊഴം തുടങ്ങി എഴുന്നള്ളത്ത്, സുഹൃതം, ഉദ്യാനപാലകൻ, സ്വയംവരപ്പന്തൽ, പുലർവട്ടം, പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ, സദ്ഗമയ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഉണ്ണി മുകുന്ദനെ നായകനാക്കി ക്ലിന്റ് എന്ന സിനിമയാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി സംവിധാനം ചെയ്തത്. വിവിധ മികച്ച സിനിമകൾ, പല മികച്ച സിനിമകളും പല വിധത്തിലുള്ള പുരസ്കാരങ്ങളും തേടിയെത്തിയ സംവിധായകനായിരുന്നു ഹരികുമാർ. പ്രവിത. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. മറ്റു വാർത്തകൾ നോക്കാം. ലൈംഗികാതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇന്റർപോളിന്റെ ഇന്ത്യയിലെ ഏജൻസിയായ CBIയുടെ നടപടി. കേസിൽ ലൈംഗിക പീഡനത്തിന് ഇരയായവർക്ക് പരാതി നൽകാൻ അന്വേഷണ സംഘം ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 3 തവണ നോട്ടീസ്, പിന്നാലെ ലുക്കൌട്ട് സർക്കുലർ. എന്നിട്ടും പ്രജ്വൽ രേവണ്ണ വിദേശത്ത് തുടരുകയാണ്. ഉടൻ കീഴടങ്ങുമെന്ന് JDS നേതൃത്വം പറഞ്ഞെങ്കിലും തീരുമാനത്തിൽ മാറ്റമുണ്ടായെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രജ്വൽ കീഴടങ്ങിയാൽ അത് തിരിച്ചടിയാകുമെന്ന് NDA നേതൃത്വത്തിന് അറിയാം. അതിനാൽ വോട്ടെടുപ്പിന് ശേഷം ഹാജരാകാനാണ് സാധ്യത. എന്നാൽ പ്രജ്വലിനെ പിടികൂടാൻ അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. Blue corner notice has already been issued. So we will see, they will locate him wherever he is, and after that they procedurally whatever required or necessary, SIT will do it to bring him here. പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയവരുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഭയം കാരണം പുറത്തു പറയാത്തവരാണ് കൂടുതലും. അവരെ കണ്ടെത്തി നിയമസഹായം നൽകാനാണ് ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയത്. അതിക്രമം നേരിട്ടവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു. അതേസമയം പോലീസ് കസ്റ്റഡിയിലുള്ള മുൻ മന്ത്രി HD രേവണ്ണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 24 ബംഗളൂരു. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിൽ കഴിയവേ തിരുവനന്തപുരത്തെ ആശുപത്രിയിലാണ് അന്ത്യം. നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, ഒപ്പം തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, അദ്ദേഹത്തിന്റെ അന്ത്യം അല്പസമയം മുൻപാണ് സംഭവിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എപ്പോഴാണ് പൊതുദർശനത്തിനായി മാറ്റുക? ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? പ്രവിത, അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ബന്ധുക്കൾ കൂടിയാലോചിച്ച ശേഷമാകും അത്തരത്തിൽ പൊതുദർശനവും മറ്റു പരിപാടികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനിക്കുക. അല്പസമയം മുൻപ് മാത്രമാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഏറെക്കാലമായി അദ്ദേഹം ഈ അസുഖബാധിതയെ തുടർന്ന് ചികിത്സയിലായിരുന്നുവെങ്കിലും വളരെ ഇത്തരത്തിലൊരു വേഗത്തിലുള്ള മരണം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടേക്ക് എത്തേണ്ടതായിട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. നിലവിൽ GG ഹോസ്പിറ്റലിലുള്ള അദ്ദേഹം പാങ്ങോട് നഗറിലാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. അവിടേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും 18 സിനിമകൾ, മലയാളിക്കായി 18 സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് അല്പസമയം മുൻപ് അന്തരിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമകളിൽ പലതും ശ്രദ്ധേയമായ, ഈ സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ ശ്രദ്ധേയമായ വലിയ പുരസ്കാരങ്ങളൊക്കെ നേടിയെടുത്ത സിനിമകൾ അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് 1994-ൽ മമ്മൂട്ടിയെ നായകനാക്കി MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ പുറത്തിറക്കിയ സുഹൃതം എന്ന സിനിമ. അതിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ സിനിമകൾ, ഉദ്യാനപാലകൻ പോലുള്ള സിനിമകളും ഒക്കെയും മമ്മൂട്ടിയെ തന്നെ നായകനാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത
സിനിമയാണ്. അതിനൊക്കെയും വലിയ പ്രേക്ഷക പ്രീതി കിട്ടി. സ്വയംവര പന്തൽ ഉൾപ്പെടെ സിനിമകൾ. അത് മാത്രമല്ല, ഈ 1981-കളിൽ ആദ്യ സിനിമ സംവിധാനം ചെയ്തതിന് ശേഷം 2020-കളുടെ തുടക്കം വരെയും സിനിമകൾ സംവിധാനം ചെയ്യുകയും ചലച്ചിത്ര രംഗത്ത് സജീവമായി നിൽക്കുകയും ചെയ്തിട്ടുള്ള സംവിധായകനാണ് ഹരികുമാർ. അത്രയും ബന്ധങ്ങൾ, അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള സംവിധായകനാണ്. പക്ഷേ അങ്ങനെ ശരി സലിം, തുടരുക. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രഞ്ജിത്ത്, ഹരികുമാറിന്റെ മരണവാർത്ത താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താങ്കൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ഞാൻ അല്പം മുമ്പാണ് അറിഞ്ഞത്. അക്കാദമിയിൽ നിന്ന് എന്നെ വിളിച്ച് പറയുകയായിരുന്നു. ഞാനങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുകയൊന്നും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാവുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ വെച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു സിനിമാ സങ്കല്പം ഉണ്ടായിരുന്നു. അതിലൂടെ ഒരു ഏകാന്ത യാത്രയായിരുന്നു പുള്ളിയുടേത്. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെയോ അങ്ങനെ ഒരു സംഘത്തിന്റെയോ ഒന്നും കൂടെയൊന്നും ഹരികുമാറിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് എക്കാലവും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ, അല്ലെങ്കിൽ വളരെയേറെ മലയാളികളും സിനിമയെ സ്നേഹിക്കുന്നവരും ഹൃദയത്തിൽ സ്വീകരിച്ച സദയം എന്ന് പറയുന്ന സിനിമ മാത്രം മതി ഹരികുമാർ എന്ന സംവിധായകന്റെ ഒരു കയ്യൊപ്പ് മലയാള സിനിമയിൽ ചാർത്തി കൊടുക്കാൻ. ഈ മരണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ രഞ്ജിത്ത്. ഈ ഒരു അവസരത്തിൽ 24-നോട് പ്രതികരിച്ചതിന്. സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു. അർബുദബാധനായി ചികിത്സയിൽ കഴിയവേ തിരുവനന്തപുരത്തെ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. 40 വർഷത്തിലേറെയായി അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്നു. 18ഓളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. എല്ലാം കുടുംബ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട ചിത്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സലിം മാലിക് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സലിം, ഞാൻ അല്പം സമയം മുൻപ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്പോൾ ഉദ്യാനപാലകനാണെങ്കിലും സുഹൃതമാണെങ്കിലും എല്ലാം പ്രേക്ഷകരോട് ഏറെ അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സിനിമാ ജീവിതത്തെ എങ്ങനെയാണ് ഓർക്കാൻ സാധിക്കുക? ഈ ഹരികുമാറിന്റെ സിനിമാ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മറ്റ് സംവിധായകർക്കില്ലാത്തൊരു വ്യത്യസ്തത അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഈ 1980-കളിൽ ആരംഭിച്ചു, അതായത് ഭരതനും KG ജോർജും ഒക്കെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളായി നിന്ന സംവിധായകരായി നിന്ന കാലത്താണ് അദ്ദേഹം ഈ സിനിമ ആരംഭിക്കുന്നത്. ആരംഭിച്ച ആ സിനിമാ ജീവിതം അതിനുശേഷം 40 വർഷത്തിലധികം ഇപ്പുറം മറ്റ് നവതലമുറ സംവിധായകർ, ഇക്കാലത്തെ ദിലീഷ് പോത്തനും ആഷിഖ് കപൂറും ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ. ശരി സലിം, തുടരുക. ഇപ്പോൾ മധുപാൽ, ചലച്ചിത്ര പ്രവർത്തകൻ മധുപാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മധുപാൽ, ഹരികുമാറിനെ താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത്? പ്രത്യേകിച്ച് മനസ്സിനേറെ ആഴത്തിൽ സ്പർശിച്ച സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകനായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ മരണം അല്പസമയം മുൻപാണ് സംഭവിച്ചത്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ എഴുത്തുകാരോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള, എഴുത്തുകാരെ കൂടെ കൂട്ടിയിട്ടുള്ള, എഴുത്തുകാരുടെ മനസ്സിലുള്ള കഥകളെ ദൃശ്യവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രിയപ്പെട്ട സംവിധായകനായിട്ട് തന്നെയാണ് ഞാൻ ഹരിചേട്ടനെ കാണുന്നത്. കാരണം ജാലകമായാലും ഒത്തിരി അദ്ദേഹം എഴുതിയിട്ടുള്ള ഏറ്റവും അവസാനം എം മുകുന്ദന്റെ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ അടക്കമുള്ള ഒരു സിനിമകൾക്ക് വളരെ കൃത്യമായിട്ട് എഴുത്തുകാരെ കൊടുക്കുക. ശത്രുഘ്നൻ, കലൂഡനീസ്, പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങി പല ആളുകളെയും പിന്നെ തിരക്കഥാകൃത്തുകളായിട്ട് KV മോഹൻകുമാർ, അങ്ങനെ പലരെയും തിരക്കഥാകൃത്തുക്കളാക്കിക്കൊണ്ട് തന്നെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു രീതി ഹരിചേട്ടൻ്റെ അതിലുണ്ടായിരുന്നു. കാരണം അതെന്തുകൊണ്ട് ഹരിചേട്ടൻ അങ്ങനെ ഒരു കാരണം വായനയുടെ ഒരു സാഹിത്യത്തെ അത്രമേൽ അടുപ്പത്തോടു കൂടി നിൽക്കുന്ന ഒരു എഴുത്തുകാരന്റെ മനസ്സ് ഹരിചേട്ടൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹരിചേട്ടൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും മനുഷ്യനോടൊപ്പം നിന്ന്, മനുഷ്യന്റെ കൂടെ നിന്നുകൊണ്ട്, മനുഷ്യനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിസ്സാരമല്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ആളുകളിങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് മനുഷ്യനെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു കലാകാരന്റെ വിയോഗമാണ് ഹരിചേട്ടന്റെ ഈ വേർപാടിലൂടെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താങ്കൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ഹരിചേട്ടനോടൊപ്പം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അത് രാച്ചിയമ്മ എന്ന് പറയുന്ന പിന്നെ ഉറൂബിന്റെ കഥയെ ആസ്പദമാക്കിയിട്ട് ദൂരദർശന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള രാച്ചിയമ്മ എന്ന് പറയുന്ന കഥ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് അംഗീകാരം കിട്ടും. ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. ഇപ്പോഴും വളരെയധികം ആളുകൾ നമ്മളോട് ആ വർക്കിനെ കുറിച്ച് പറയാറുണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യവും കൂടിയാണ്.
ശരി, നടനും സംവിധായകനുമായ മധുപാലാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അർബുദബാധിതനായി ചികിത്സയിൽ കഴിയവേ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ത്യം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ചയും ഇടുക്കിയിൽ വെള്ളിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ബുധനാഴ്ച വരെ താപനില ഉയർന്നു നിൽക്കും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ബുധനാഴ്ചയോടെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്ന മലപ്പുറത്തും വയനാട്ടിലും വ്യാഴാഴ്ച യെല്ലോ അലർട്ടാണ്. വെള്ളിയാഴ്ച ഇടുക്കിയിലും യെല്ലോ അലർട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതേസമയം അടുത്ത 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് തുടരും. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. തൃശൂർ, കോഴിക്കോട് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു.